ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് വ്ലോഗേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് ഒരു ഫുട്ബോൾ ലീഗ് മാച്ച് ഗെയിം പ്ലേ ആയിട്ടാണ്. അതും കളിക്കുന്നത് നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെയല്ല, കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബാംഗ്ലൂർ മാച്ചാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെലൈക്കൻ അടിച്ച് പൊട്ടിച്ച് നമ്മുടെ ചാനൽ ജോയിൻ ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലെ ഇടുന്ന ഫുട്ബോൾ റിലേറ്റീവ്സ്, ഗെയിമിംഗ് റിലേറ്റീവ്സ്, വ്ളോഗിങ്, ടെക്കിങ് എക്സെട്ര വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് മാച്ചിലേക്ക് വരാം. ഫസ്റ്റ് തന്നെ കേരളയുടെ ഒരു മുന്നേറ്റമായിരുന്നു. പക്ഷേ ബാംഗ്ലൂരിൻ്റെ ഗോൾ കീപ്പറാണെന്ന് തോന്നുന്നു തടഞ്ഞിട്ടു. ഞാനിത് പറയുന്ന കാരണം ഓർത്തില്ല, കണ്ടില്ല. ഓക്കെ, അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നിട്ട് കയറാൻ നോക്കി, പക്ഷേ കൈ അങ്ങോട്ട് ഇതായില്ല, ഫുള്ള് തന്നലാണ്. ഇപ്പോൾ നമ്മൾ കൈയൊക്കെ തുടച്ച് സെറ്റായിട്ട് വന്നതാണ്. ശരിക്കുമുള്ള ISL മാച്ച് കഴിഞ്ഞു. അതിൽ ബാംഗ്ലൂർ 2-1 തോറ്റത്, കേരള ബ്ലാസ്റ്റേഴ്സ് 2-1 ജയിച്ച്. അപ്പോൾ ഇതിൽ എത്രയായിരിക്കും നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുക? നമുക്ക് മാച്ചിലേക്ക് തന്നെ വരാം. ഇവിടെ ജസ്റ്റ് മഴയാണ് ഗൈസ്, അത് കാരണം ചെറിയൊരു നോയ്സൻസ് ഉണ്ടാവും. പ്ലീസ് അതൊന്ന് ക്ഷമിക്കുക, കാരണം നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു ചാനലാണ്. അപ്പോൾ ഇച്ചിരി തെറ്റ് കുറ്റങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്ന് ജസ്റ്റ് ക്ഷമിക്കുക. നമുക്ക് വീഡിയോസ് അടിപൊളിയായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂരിൻ്റെ ഫസ്റ്റത്തെ ഒരു മുന്നേറ്റം, അത് സുനിൽ ഛത്രി അടിക്കുന്ന നമ്മുടെ സച്ചിൻ സുരേഷ് അത് സേവ് ചെയ്യുന്നു. പക്ഷേ ഈ ഗെയിമിലത്തെ പേര് സച്ചിൻ സുരേഷ് എന്നാണ്. അത് ഗെയിമിലത്തെ ആൾക്കാർക്ക് പറ്റിയതായിരിക്കും. പിന്നെ ലൂണക്ക് റൂണ എന്നൊക്കെയാണ്, എന്താണെന്നറിയില്ല. ഓക്കെ, സച്ചിൻ സുരേഷ് രണ്ടാമത്തെ ഒരു സേവ് നമ്മുടെ അറിയാണ്ട് ബാംഗ്ലൂർക്കാണ് നമ്മുടെ കൈ തെറ്റിയിട്ടത്. പിന്നെ നമ്മൾ കേരള തന്നെ എടുത്ത് പാസ് കൊടുത്ത് നേരെ പേര് കാണാൻ പറ്റുള്ള ഗൈസ്, അങ്ങനെയല്ല പേര് ഞാനിപ്പോൾ ഇൻഷോട്ട് വഴി ചെയ്യണം പറഞ്ഞാൽ ഭയങ്കര ചെറുതായിട്ടാണ് ഇരിക്കണത്, കാരണം പേരൊന്നും കാണാൻ പറ്റില്ല. ഞാൻ ഒരാളുടെ കുറച്ചൊക്കെ ആൾക്കാരുടെ അറിയാം. പിന്നെ നിങ്ങൾ ഇതിലാരൊക്കെ കേരളനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ബാംഗ്ലൂരിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ മാത്രമല്ല കഴിഞ്ഞ സീസണിൽ ലാസ്റ്റ് ISL എടുത്തത് ഏത് ടീമാണെന്നും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഏതൊക്കെ ഗെയിംസ് ഇനി കളിക്കണമെന്നും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാംഗ്ലൂരിൻ്റെ ഒരു മുന്നേറ്റമാണ്. ഗോളടിക്കുമെന്ന് തോന്നുന്നു ഗ്യാസ് നമ്മുടെ ജാവി ഹെർണാണ്ടസിൻ്റെ ഒരു ഗോള്. പക്ഷെ നല്ല ഗോളാണ്, അത്ര നല്ലതല്ല എന്നാലും ഒരു നല്ല ഗോളാണ്. അപ്പോൾ നമ്മൾ തിരിച്ചടിക്കും ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ആഡ് വന്നു ഗൈസ്, എന്ത് ചെയ്യാനാണ്. അത് ഞാൻ എഡിറ്റ് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് കണ്ടില്ല, കട്ട് ചെയ്തില്ല നമുക്ക് ഗൈസ്. കട്ട് ചെയ്താണ്, പക്ഷേ ഞാൻ കണ്ടില്ല അത്. കുഴപ്പമില്ലാതെ സബ്സ്ക്രൈബേഴ്സ്, കുഴപ്പമില്ലല്ലോ ഗൈസ്. ഓക്കെ, നമ്മൾ നൈസിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയൊക്കെ തുടങ്ങുകയാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ കുറച്ച് ഓവറാണ്, ഞാനങ്ങനെയാണ് ഗൈസ്. കുറച്ച് ഓവറായ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കൂ, കേട്ടല്ലേ, കുറച്ച് ഓവറാണ് എന്നാലും ആൾക്കാർ ശ്രദ്ധിക്കൂ എന്ന് പറയാണ്. ഏതൊരു സിനിമയിൽ പറയണ്ടേ, സിനിമയെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ കേരളക്ക് ഒരു മുന്നേറ്റിട്ട് നമുക്ക് മാച്ചിലേക്ക് വരാം. കേരള ഒരു മുന്നേറ്റിട്ട് നേരെ കേരള അടിച്ചതും അടിച്ചത് ലൂണെന്ന് തോന്നുന്നു കേസ്, ലൂണെങ്ങാണ്ടെന്ന് തോന്നുന്നു അടിച്ചത്. മിന്നൽ വേഗത്തിൽ പോയി പോസ്റ്റുമ്പോൾ തട്ടിയില്ല, രണ്ടാട് ഇപ്പം തന്നെ വന്ന് ഗൈസ്. ഞാൻ വീഡിയോ എടുക്കണതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഇതിൻ്റെ ഇടയ്ക്ക് ബാഡ് വന്നിട്ടുണ്ട്, അത് ചിലപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഞാൻ വീഡിയോ എടുക്കണ നേരത്ത് കണ്ടില്ല, അത് ജസ്റ്റ് കട്ട് ചെയ്തോളാം, അത്രേ ഉള്ളൂ. ഇപ്പോൾ സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൻ്റെ ഇടയ്ക്കൊരു ആഡ് ഉണ്ടായിരുന്നു 3 മിനിറ്റിൻ്റെ, അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇത് സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് വളരെയധികം മനോഹരമായി തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കേരള ഗോൾ അടിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കണത്. അതാ ലൂണയുടെ ഒരു മാസ് പാസ് ഏതോ ഒരു ചെറുക്കന് കിട്ടി, അത് അങ്ങനെ എടുത്ത് അങ്ങനെ മറ്റവനിടാൻ പറഞ്ഞപ്പോൾ മറ്റവനിട്ട്, എവനൊക്കെയോ ഇടണ്ട് ഇവൻ ഗൈസ്. ഇത് ഞാൻ തന്നെയാണ് കളിക്കുന്നത്, സോറി. ഡയമണ്ട് ഡയമണ്ടൊക്കെ ഒരുത്തനൊക്കെ പറയും ഗൈസ്, ഒരുത്തനെ കട്ട് ചെയ്ത് കയറി ഡയമണ്ടൊക്കെ വീണ്ടും ചമ്മി. ഈ പ്രാവശ്യം ഗോളടിക്കുമെന്ന് തോന്നുന്നു ഗൈസ്. ഇതിൽ വേറൊരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്, അത് നിങ്ങളെന്നെ എടുത്ത് കാണുക. ഒരു ഗോൾ തന്നെയാണ് ഒരു ട്വിസ്റ്റായിട്ട് മാറുന്നത്. അത് ഗെയിമിൻ്റെ ഏതോ സെർവർ ടെക്നിക്ക് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു ഗൈസ്, അങ്ങനെയൊക്കെയാണ് അതിൽ വന്നത്. പക്ഷെ ഗോളാണത്. നമ്മൾ അടിച്ചത് ശരിക്കും ഒരു പ്രസ് ഇവിടെ ചെയ്തിട്ടുണ്ടാകുന്നതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബോൾ കിട്ടും. പക്ഷെ ഞാൻ പ്രസ് വന്നതിന് മുമ്പ് ത്രൂ എന്നൊക്കെ ഇപ്പോൾ മുകളിലേക്ക് പന്ത് പോയാൽ കുഴപ്പമില്ല, നമുക്ക് പിടിച്ചെടുക്കാം.
അല്ല തിരിച്ചെടുക്കാം, തിരിച്ചുപിടിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പം മാച്ചിലേക്ക് നോക്കുകയാണെങ്കിൽ കുറേ അധികം പങ്കടന ആയ കുറേ കാര്യങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുക. ലൂണയുടെ ഒരു പാസ്, ലൂണ ഒരുത്തിനെ കട്ട് ചെയ്ത് ഗൈസ്. ലൂണ ഡയമണ്ട് കോസ്. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ടെസ്റ്റ്. ഇത് ശരിക്കും അടിച്ചത് ബാംഗ്ലൂരിലെ ഒരു ചെറുക്കനാണ്. ബാംഗ്ലൂരിൽ ആരാന്ന് പറഞ്ഞുകൂടാ. ഇതുവൻ പാസ് ഇട്ട് വഴി പോയിട്ട് വഴി എനിക്ക് കിട്ടി. അദ്ദേഹത്തെ തന്നെ ഡയമണ്ട് കോസ് അടിച്ചിട്ട് ഗൈസ് കണ്ട ഗോളി എന്നിട്ട് ഓടണ ഗൈസ്. നമ്മളെ നൈസിൽ പോയി അടിച്ചിട്ട് അങ്ങനെ ഒരു ഗോൾ എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഗോൾ എടുക്കുമെന്ന് വിചാരിച്ചു. നിങ്ങൾ തന്നെ കാണാൻ വെറുതെ സബ്സ്ക്രിപ്ഷൻസ് കളയാനുള്ള. അപ്പോൾ നിങ്ങൾ വീണ്ടും വിചാരിക്കണ്ടാവും ഇവന് കുറച്ച് ഓവറാണ്, ഇവന് കുറച്ച് അങ്ങനെ വിചാരിച്ചവർ തംസപ്പ് കൊടുത്ത് അടിയിൽ തംസപ്പിൻ്റെ സ്റ്റിക്കർ ഇട്ട് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ കുറേ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ചെയ്യണമെന്നില്ല. നിങ്ങൾ തോന്നുന്നത് കാര്യങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ കേരള ബാംഗ്ലൂരിനൊരു ത്രൂ കിട്ടി, നമ്മൾക്കാണ് പക്ഷേ കിട്ടിയത്. അത് ലൂണയുടെ ഒരു മുന്നേറ്റമാണ് ഗൈസ്. ലൂണ ഇത് അടിക്കുമെന്നാണ് ഗൈസ് തോന്നുന്നത്. ലൂണയുടെ നിൽപ്പ് കണ്ടല്ലോ. ലൂണ ഫേക്ക് ഇട്ട് ഒരു ഗോൾ അടിക്കുന്നു. ഓടാ ഗൈസ് ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അത് അടിച്ച അപ്പുറത്തേക്ക് പോയി, ഗോളി ഇപ്പുറത്ത് പോയി. പക്ഷേ ബോൾ ഇവിടെ ഉണ്ട്. ഈ ഗെയിമിൻ്റെ ചെറിയൊരു ബഗ്ഗാണ് അത്. നിങ്ങൾ കാര്യക്കേണ്ടത് അത് മൂന്നാമത്തെ ഹാഡാണ് ഗൈസ് പറഞ്ഞത്. ഇതിൽ എന്തൊക്കെയാണ് ഗൈസ് പറയേണ്ടത്? കുഴപ്പമില്ല. നമുക്ക് നൈസിൽ ലൂണ വീണ്ടും തന്നെ ഗോൾ അടിക്കാൻ വേണ്ടി കയറി പോകണം, പക്ഷേ പറ്റാനുള്ള നമ്മൾ ലൂണ പറ്റണ പോലെ ശ്രമിക്കുന്നുണ്ട്, നമ്മളും പറ്റണ പോലെ കിടന്ന് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പറ്റണ പോലെ ഒന്നും പറ്റണില്ല. അതാണ് ഇതിൽ പറ്റാത്തൊരു പറ്റം. നമ്മുടെ ലൂണ അതാ ഒരു ഷോട്ട് അടിച്ചെങ്കിലും അത് അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട്, ഇല്ലെങ്കിൽ കറക്റ്റ് ഗോളായനെ. ഞാൻ ഇത് ഈ ഗെയിം കളിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഒരു വർഷത്തിൻ്റെ അടുത്തെങ്ങാണ്ടായി. നമ്മുടെ അർജൻറ്റീന വേൾഡ് കപ്പ് എടുക്കുന്നതിൻ്റെ വർഷത്തെങ്ങാണ്ട് കളിച്ചാണ്. പിന്നെ ഞാൻ കളിച്ചുള്ള. അപ്പോൾ കളി സമനിലയാണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്കുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടാവും. ഇതാ നാലാമത്തെ ആഡ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. പിന്നെ ഇതിൽ എത്ര ആഡ് വന്നിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ്